ഹായ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മളെ ജൂൺ 14 കുറിച്ച് പറയാനാണ്. ഇന്ന് ജൂൺ 14 ആണ്. ഇന്ന് വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ആണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു ദിവസം പറ്റുന്നവരെല്ലാവരും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഒരു മിനി ബ്ലഡ് ചെക്കപ്പ് അവർ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യും. അതുപോലെ വെയിറ്റ്, വൈറ്റൽ സയൻസ്, പിന്നെ നമ്മുടെ ഹിസ്റ്ററീസ് കാര്യങ്ങളൊക്കെ അവരെടുക്കും. ബ്ലഡ് ചെക്കപ്പിനകത്ത് ഇൻക്ലൂഡഡ് ആണ് HIV, HBCG എന്ന് പറയുന്ന ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C, സിഫിലിസ്, അതുപോലെ മലേറിയ, ആൻറ്റിബോഡി സ്ക്രീനിങ്, ബ്ലഡ് ഗ്രൂപ്പിംഗ്, ഇതെല്ലാം അവർ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഒരുപാട് സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ എന്താ പറയുക റിലീസ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക്, അതുപോലെ സ്ട്രോക്കിൻ്റെ സ്ട്രെസ്സ്, ക്യാൻസറിൻ്റെ സ്ട്രെസ്സ്, അതുപോലെ തന്നെ നമ്മുടെ കാലോറീസ്, നമ്മളൊരു 450 ml ബ്ലഡ് കൊടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു 650 കലോറീസോളം നമ്മുടെ എന്താ പറയുന്നത് കലോറീസ് ബേൺ ഔട്ട് ആവാനായിട്ടുള്ള ഒരു ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ന്യൂ സെൽസ് പ്രൊഡക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് ബെനിഫിറ്റ് നമുക്കുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെന്താ പറയുക, ആരും ഈ ഒരു കാര്യം അറിയാത്തവരാണെങ്കിൽ നിങ്ങളാരും എന്താ പറയുക ബ്ലഡ് കൊടുക്കാതിരിക്കരുത്. നിങ്ങളൊരു ഹെൽത്ത് ഇൻഡിവിജ്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബ്ലഡ് കൊടുക്കാം. അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മെഡിക്കലി എന്താ പറയുക ഫിറ്റുള്ള ഒരാളായിരിക്കണം. അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങളുടെ വെയിറ്റ് കാര്യങ്ങളൊക്കെ എന്താ പറയുക അണ്ടർ വെയിറ്റ് പോകരുത്, നോർമൽ വെയിറ്റ് ഉള്ള ഒരാളായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഹീമോഗ്ലോബിൻ്റെ ലെവൽ, ഹീമോഗ്ലോബിൻ മെയിൽസിനാണെങ്കിൽ 13 അല്ലെങ്കിൽ അതിൽ കൂടുതലോ, അല്ലെങ്കിൽ ഫീമെയിൽസ് ആണെങ്കിൽ 12 അതിൽ കൂടുതലോ, 12.5 ഓർ അതിൽ കൂടുതലോ ആയിരിക്കണം. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഉള്ള ഈ കാര്യങ്ങളിലെല്ലാം എന്താ പറയുക ആപ്റ്റായിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ പോവുക. നിങ്ങളുടെ അടുത്തുള്ള ക്ലിനിക്കിലോ അല്ലെങ്കിൽ ബ്ലഡ് ക്യാമ്പയിൻ ആരെങ്കിലും ഒക്കെ ബ്ലഡ് ക്യാമ്പയിനിലുള്ള വോളണ്ടിയേഴ്സുമായിട്ടൊക്കെ നിങ്ങൾ എന്താ പറയുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്നിട്ട് എന്താ പറയുക ഇതിനൊരു ഭാഗമാവാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ. അപ്പം വളരെ നല്ലൊരു കാര്യമാണ്. നമ്മളിലൂടെ ഒരു വ്യക്തിയെ നല്ല, ചിലപ്പം നമ്മളിലൂടെ ഒരു കുടുംബം തന്നെയായിരിക്കും രക്ഷപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ഇത് കൂടാതെ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ. കാരണം ഞാൻ ഈ ബ്ലഡ് ക്യാമ്പയിൻ കാര്യങ്ങൾക്കെല്ലാം പങ്കെടുക്കുന്ന ഒരാളാണ്. ഞാൻ ബ്ലഡ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക റിലാക്സേഷനും, അതുപോലെ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പം ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കിട്ടട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഈ ഒരു എന്താ പറയുക ബ്ലഡ് ഡൊണേഷൻ ഡേയിൽ എല്ലാവർക്കും എന്താ പറയുക ഒരു പുതിയൊരു ഡിസിഷൻ എടുക്കുക. പറ്റുന്ന ടൈമിൽ പറ്റുന്ന പോലെയൊക്കെ തന്നെ എല്ലാവരും എന്താ പറയുക ബ്ലഡ് കാര്യങ്ങളൊക്കെ ഡൊണേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.